ശ്രോതാക്കളായ എല്ലാവർക്കും, പ്രത്യേകിച്ച് യാക്കോബായ സഭയിലെ ഇത് കേൾക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്തമാർക്കും ബഹുമാന്യരായ പട്ടക്കാർക്കും എൻ്റെ സ്നേഹിതരും സഹോദരങ്ങളുമായ എല്ലാവർക്കും സ്നേഹാദരവുകളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം. പഴയ കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് യാക്കോബായ സഭയുടെ ചരിത്രത്തിന്റെ നാൾവഴികളെ കോട്ടി മാറ്റി തകിടം മറിക്കുവാനും അതിൻ്റെ അസ്തിത്വത്തെ തകർക്കുവാനും ആഗ്രഹിക്കുന്ന ചിലർ കഴിഞ്ഞ 3-4 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകളുടെ ഒരു വിശകലനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ 2 ചെറിയ ക്ലിപ്പുകൾ അവർ തന്നെ ഇറക്കിയിരുന്നത് ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഈ ചെറിയ പ്രഭാഷണം. ഇത് 1946 തിരുവിതാംകൂർ ഹൈക്കോടതി വിധി അല്ലെങ്കിൽ 47 ഹൈക്കോടതി വിധി ആയിരിക്കണം. രണ്ടാമത് 1958 കോട്ടയം ജില്ലാ കോടതിയിലെ വിധി. ഇതിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ. കോടതി വിധികൾ അപ്രമാദിത്വം ഉള്ളവയാണോ എന്നുള്ളതായിരിക്കുമല്ലോ അപ്പോൾ പ്രസക്തമായ ചോദ്യം. അത് തന്നെയുമല്ല, കോടതി വിധികൾ യാക്കോബായ സഭയ്ക്ക് എത്രമാത്രം സ്വീകാര്യമായിരുന്നു. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി 2017 വിധി വന്നപ്പോൾ മുതൽ പൊതു സോഷ്യൽ മീഡിയയിലും ന്യൂസ് മീഡിയയിലും ഒക്കെ നമ്മൾ കണ്ട ഒരു പ്രവണതയാണ്. സുപ്രീം കോടതിയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ്. അത് പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ വിധികൾ സ്വീകരിച്ച് അത് അംഗീകരിച്ച് നടപ്പാക്കി കൊടുക്കുവാൻ എല്ലാ പ്രജകളും, ഇന്ത്യയിലെ എല്ലാ പ്രജകളും ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു. ഇത് ഈ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ചിലർ ഇതുപോലെയുള്ള കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ടും അവയെ ന്യായീകരിച്ചുകൊണ്ടും സഭയുടെ അസ്തിത്വത്തെ തന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നതായി കണ്ടുവന്നത്. അത് സോഷ്യൽ മീഡിയ വേദികളിലായിരുന്നു മിക്കവാറും. അല്ലാതെ ഇന്റർവ്യൂകളിലും അവരുടെ എഴുത്തുകളിലും ഇത് തന്നെ പ്രതിപാദിച്ചു കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? ഏതോ ഒരു കോടതി വിധിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു തർക്കങ്ങൾ. അപ്പോൾ അതിൻ്റെ മുഴുവനായ ഭാഗങ്ങൾ കൊടുത്തിട്ടില്ല, എവിടുന്നാണ് എടുത്തതെന്നും പറയുന്നില്ല. ഇത് വായിച്ചെടുക്കുവാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മലയാള തർജ്ജിമ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്രകാരമാണ്. ജഡ്ജ്മെന്റ് പറയുകയാണ്, the case now put forward by the plaintiffs in the evidence stage and at the time of the argument in this case is that Mar Givargis Dionysios of Malankara Metropolitan was never responsible for bringing the Catholicate into existence, and that he never submitted himself or the Malankara Church to the Catholicate or the Catholicos, that his fault was only that he repudiated Abdullah II and got himself punished by the excommunication order. അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണ്. പരാതിക്കാർ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: കാതോലിക്കേറ്റ് എന്ന സ്ഥാപനം ഉത്ഭവിക്കുന്നതിൽ മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നിലയ്ക്ക് മാർ ഗീവർഗീസ് ദിവന്നാസിയോസ് അഥവാ വട്ടശ്ശേരിൽ മെത്രാന് ഒരിക്കലും ഉത്തരവാദി ആയിരുന്നില്ല. താൻ ഒരിക്കലും തന്നെയോ മലങ്കര സഭയെയോ കാതോലിക്ക സ്ഥാപനത്തിനോ അതിൻ്റെ കാതോലിക്കമാർക്കോ കീഴ്പ്പെടുത്തിയിട്ടില്ല. മൂന്നാമതായി, തൻ്റെ ഒരേ ഒരു തെറ്റ്, താൻ അബ്ദുള്ള രണ്ടാമനെ നിരാകരിച്ചു, അതായത് ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി അദ്ദേഹം പുറപ്പെടുവിച്ച മുടക്കുത്തരവിലൂടെ താൻ സ്വയം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ആ മുടക്ക് 45 ഇന്ന കോടതിയുടെ നിശ്ചയം വഴി ഹൈക്കോടതി ഒടുവിൽ അസാധുവാക്കി. അതായത് മുടക്ക് അസാധുവാക്കി. എന്നാൽ ആ ഹൈക്കോടതി തീരുമാനത്തിന് മുൻപും അതിനുശേഷവും തനിക്ക് അനുകൂലമായ വെറും ഒരു കോടതി ഉത്തരവ് മൂലം മുടക്കുത്തരവിന്റെ കളങ്കമോ ഫലമോ ആഘാതമോ ഇല്ലാതെയാക്കുവാൻ പര്യാപ്തമല്ല എന്നാണ് വട്ടശ്ശേരിൽ മെത്രാന് തോന്നിയത്. കോടതി തന്നെയാണ് ഇത് പറയുന്നത്, ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ എന്തിനായിരിക്കാം ഇദ്ദേഹം കോടതിയിൽ പോയത്? അപ്പൊ അദ്ദേഹം തന്നെ സമ്മതിച്ചു അത്രേ.
മുടക്ക് കോടതി വിധി കൊണ്ട് മുടക്കിന്റെ കളങ്കമോ ആഘാതമോ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ലാസ്റ്റ് ലൈൻ, അതിനാൽ പാത്രിയർക്കീസിന്റെ മുടക്ക് റദ്ദാക്കുവാൻ ഈ നേരത്തെ നിശ്ചയത്തിന് മുൻപും അതിനുശേഷവും അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ കോടതി വിധികൾ എത്രമാത്രം സ്വീകാര്യമാണ് എന്നുള്ള പ്രസക്തമായ ചോദ്യത്തിന് വട്ടശ്ശേരി മെത്രാൻ അന്ന് തന്നെ, അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലങ്ങളിൽ തന്നെ 1935 മുൻപ് തന്നെ ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിരുന്നു. മുടക്കിന്റെ കളങ്കം നീക്കുവാൻ കോടതി വിധി പര്യാപ്തമാണെന്ന് പരാതിക്കാരായ പാത്രിയർക്കീസ് കക്ഷിയും അംഗീകരിച്ചില്ല. അപ്പോൾ അതും അദ്ദേഹം പറയുന്നുണ്ട്. പാത്രിയർക്കീസ് കക്ഷിക്കാരും അത് അംഗീകരിക്കുന്നില്ല. അതിനാൽ മാർ ഗീവർഗീസ് ദിയോനാസ്യോസ് അഥവാ വട്ടശ്ശേരിൽ മെത്രാൻ ആലുവായിൽ വെച്ച് മാർ എലിയാസ് തൃതീയൻ പാത്രിയർക്കീസിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ മുടക്ക് റദ്ദാക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലങ്ങൾ. 10ാമത്, അതിനാൽ പാത്രിയർക്കീസ് കക്ഷി അദ്ദേഹത്തെ നിയമാനുസൃത മലങ്കര മെത്രാപ്പോലീത്തയായി സ്വീകരിക്കുകയും അദ്ദേഹം മെത്രാനായി തന്റെ മരണം വരെ തുടരുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയുള്ള കോടതി വിധികളും അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങളും എത്രമാത്രം യാക്കോബായക്കാർക്ക് സ്വീകാര്യമാണെന്നുള്ളതാണല്ലോ വിഷയം. അതായത് ഇപ്രകാരമുള്ള വിധികൾക്ക് അപ്രമാദിത്വമുണ്ടോ, അവയ്ക്ക് തെറ്റുപറ്റാറില്ലേ, അതോ കോടതി ഉത്തരവിടുന്ന വാചകങ്ങളെല്ലാം സത്യമായിരിക്കണമെന്നുണ്ടോ? സത്യമായിരിക്കും എന്ന രീതിയിലാണ് സഭയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവർ ഈ ഉദ്ധരണികൾ ഉപയോഗിച്ച് തർക്കത്തിന് ഈ 21ാം നൂറ്റാണ്ടിലും പരിശ്രമിക്കുന്നത് 100 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 75 വർഷത്തിന് ശേഷം. അതുപോലെ തന്നെ വേറൊരു ഭാഗവും കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ദീർഘമായ ഒന്നാണ്. അതിൻ്റെ മലയാള തർജ്ജിമ ഞാൻ വായിക്കാം. അത് സ്ലൈഡിൽ വെക്കുവാൻ സാധിക്കില്ല. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടല്ലോ, വട്ടശ്ശേരിൽ മെത്രാനും കൂട്ടരും ഈ കാത്തോലിക്കേറ്റ് സ്ഥാപനത്തിൽ യാതൊരു വിധത്തിലും ഉത്തരവാദികളായിരുന്നില്ല. അത് തുടങ്ങുന്നതിൽ അവർക്ക് യാതൊരു പങ്കുമില്ലായിരുന്നു. അത് തന്നെയല്ല, അതിനെ വട്ടശ്ശേരിൽ മെത്രാൻ ഒരിക്കലും പിന്താങ്ങിയുമില്ല. കാത്തോലിക്ക സ്ഥാപനത്തെ മലങ്കര സഭയെ കാത്തോലിക്ക സ്ഥാപനത്തിന് കീഴ്പ്പെടുത്തിയിട്ടില്ല എന്നാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇവിടെ കാണുന്നത് എന്താണെന്ന് ശ്രദ്ധയോടെ മലയാളത്തിൽ ഞാൻ വായിക്കാം. ഐ എം സോ സോറി. ഇതിന്റെ മലയാളം വായിച്ചെടുക്കുവാൻ എനിക്ക് തന്നെ തർജ്ജിമ ചെയ്ത് ഞാൻ വളരെ പ്രയാസപ്പെട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. ഏതായാലും അതിൻ്റെ രത്ന ചുരുക്കം ഇപ്രകാരമാണ്. പ്രസക്തമായ വാചകങ്ങൾ ഇപ്രകാരമാണ്. ആ വാചകത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ പോട്ടെ. So, in Exhibit 256, paragraph 34 of His Honor Justice Chatfield's judgment, Chatfield's judgment in pragaram, the above facts are clearly found. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതെന്താണ്? അബ്ദുൽ മഷീഹ പാത്രിയർക്കീസ് ബാവ വന്നപ്പോൾ മാർ ഇവാനിയോസിനെ കാതോലിക്ക ആയി വാഴിച്ചു. അത് തന്നെയുമല്ല, കേരളത്തിലുള്ള മലങ്കരയിലെ മെത്രാന്മാർക്ക് കാതോലിക്കായി അവരോധിക്കുവാൻ ഉള്ള അധികാരവും കൊടുത്തു. ആ കൂട്ടത്തിൽ എക്സിബിറ്റ് 80 എന്ന കൽപ്പനയും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടാണ് പോയത്. ഈ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തലുകൾ. ആൻഡ് യെറ്റ്, എന്നിരുന്നാലും plaintiffs have in the plaint of this suit ignored Abdul Mashiha and his acts in the evidence, and in the evidence stage the above facts are not candidly admitted in Exhibit 43. പാത്രിയർക്കീസ് പക്ഷക്കാര് ഇതിനെ ഈ കാര്യങ്ങൾ വളരെ വസ്തുതാപരമായി വളരെ ശരിയായിരിക്കെ തന്നെ അംഗീകരിക്കുവാൻ വിസമ്മതിക്കുന്നു, അല്ലെങ്കിൽ അവർ വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം
അവര് നിരത്തി വെച്ചിരിക്കുന്ന വിറ്റ്നസിന്റെ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, സാക്ഷികളുടെ മൊഴികൾ ഒരു വിധത്തിലും പൊരുത്തപ്പെടാവുന്നതല്ല. പിന്നെ പറയുന്നു, മാർ ഗീവർഗീസ് ദിവന്നാസ്യൂസ് was definitely accused of being responsible for the establishment of the Catholicate and its perpetuation by getting Philoxenos installed as the second Catholicos, and in Exhibit 44, written statement, Mar Givergis Dionysios admitted that he had done so. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഗീവർഗീസ് ദിവന്നാസ്യോസ് തീർച്ചയായും ആരോപിക്കപ്പെട്ട ഒരു കുറ്റം അദ്ദേഹമാണ് കാതോലിക്കേറ്റ് സ്ഥാപിക്കുവാൻ ഉത്തരവാദിയായിരുന്നവരിൽ പ്രധാനി. ആ കൂട്ടത്തിൽ ഫിലക്സീനോസിനെ രണ്ടാമത്തെ കാതോലിക്കായി അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി അവരോധിക്കുകയും ചെയ്തു. ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് ഉള്ളയാള്, അതായത് ഒട്ടശ്ശേരിൽ മെത്രാൻ പറയുന്നത്, he was present at the time of the installation of Mar Ivanios at the നിരണം ചർച്ച്. നിരണം പള്ളിയിൽ വെച്ച് മാർ ഇവാനിയോസിനെ വാഴിച്ചപ്പോൾ താനും അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ സാക്ഷി മൊഴി തന്നിരിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. നേരത്തെ മൊഴി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് യാതൊരു പങ്കുമുള്ള ആളല്ല എന്നാണ്. ഞാനും അവിടെ സന്നിഹിതനായിരുന്നു. And other witnesses of the defendant side who have knowledge of the fact. വട്ടശ്ശേരിൽ മെത്രാനും സഹകാരികളും അവിടെ സന്നിഹിതരായിരുന്നു. All this proved that the establishment of the Catholicate and the installation of Ivanios were done openly with the publicity that it was Abdul Masih who performed the installation. ഇതിൽ നിന്ന് കോടതി എന്താണ് കണ്ടെത്തുന്നത്? Please forgive me. വട്ടശ്ശേരിൽ മെത്രാനും കൂട്ടരുടെയും സാന്നിധ്യത്തിലും അനേക ജനസഞ്ചയത്തിന്റെ സാന്നിധ്യത്തിലും അവരുടെ വിറ്റ്നസ് അവരുടെ കാഴ്ചയിലുമാണ് ഈ കാതോലിക്ക സ്ഥാപനം നടത്തിയത്. അപ്പോൾ ആ കൂട്ടത്തിൽ മാർ ഗീവർഗീസ് ദിവന്നാസ്യൂസ് പറയുന്നുണ്ട്, താനും ഫസ്റ്റ് ഡിഫൻഡന്റ് ആയ താനും അൽവാരീസ് എന്ന മെത്രാപ്പൊലിത്തായും കൂടിയാണ് ഈ ചടങ്ങുകൾക്ക് സഹായിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സത്യവാങ്മൂലം പാടെ തെറ്റിയെന്ന് ഓർക്കുമല്ലോ. ഡിഫൻസ് വിറ്റ്നസ് 27, അതായത് വട്ടശ്ശേരിൽ മെത്രാൻ, swears that even some priests were also present from the patriarch's party. സത്യം ചെയ്ത് പറയുന്നുണ്ട്, പാത്രിയർക്ക കക്ഷിയിൽ നിന്നും അനേക പുരോഹിതരും ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു എന്ന്. മാർ ഗീവർഗീസ് ദിവന്നാസ്യോസ് in his deposition has admitted that he took part in the above submission. എഴുതിക്കൊടുത്ത സത്യവാങ്മൂലത്തിലും താൻ ഇതിൽ സംബന്ധിച്ചു, താൻ ഇതിന് സഹായിച്ചു, താനും അൽവാരീസും കൂടിയാണ് സഹകാർമ്മികരായിരുന്നത് എന്ന് സമ്മതിക്കുന്നുണ്ട്. The plaintiff's advocate finally admitted that the fact that the Catholicate was established by the real Abdul Masih, that Mar Ivanios was the first Catholicos, and that he was installed him in 1088, that Mar Givergis Dionysios took part in the ceremony, and that Exhibit 880 Kalpana was issued by Mar Abdul Masih may be taken as admitted or conceded by the plaintiffs. അപ്പോൾ പാത്രിയർക്കീസ് കക്ഷികൾ സമ്മതിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെ 3-4 കാര്യങ്ങളാണ്. കാതോലിക്കായെ സ്ഥാപിച്ചത് മാർ അബ്ദുൽ മശീഹ ആയിരുന്നു. മാർ ഇവാനിയോസ് ആയിരുന്നു ആദ്യത്തെ കാതോലിക്കോസ്. വട്ടശ്ശേരിൽ മാർ ഗീവർഗീസ് ദിവന്നാസ്യോസ് ഇതിൽ സംബന്ധിച്ചിരുന്നു. അതുകൂടാതെ 80-ാം നമ്പർ കൽപ്പന മൂലം മാർ അബ്ദുൽ മശീഹ ഇതിനെയെല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷിതരായവരെ, നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത്, ഇത് കോടതിയുടെ ഉത്തരവാണെന്ന് പറഞ്ഞ് യാക്കോബായക്കാർ അംഗീകരിക്കണമെന്ന് ശഠിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇത് 75 വർഷം മുൻപ് പുറപ്പെടുവിച്ച കോടതി വിധിയാണെങ്കിലും ഇപ്പോഴും ഈ വിധിയുടെ പാരഗ്രാഫുകൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതായത്
ഒട്ടശ്ശേരിൽ ദീവന്നാസ്യോസും അൽവാരീസും കൂടിയാണ് കാർമ്മികത്വത്തിൽ സഹായിച്ചത്. വട്ടശ്ശേരിൽ മെത്രാൻ അവിടെ സന്നിഹിതനായിരുന്നു. അത് തന്നെയുമല്ല, പത്രികേസ് കക്ഷിയിലെ അനേകം പുരോഹിതർ സന്നിഹിതരായിരുന്നു. വലിയൊരു ജനസഞ്ചയത്തിന്റെ മുൻപിൽ വെച്ചായിരുന്നു ഈ വാഴിക്കൽ നടന്നത്. ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ ഈ പ്രകാരം വാദം ഉന്നയിക്കുന്നവർ പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഇത് സാധിക്കുന്ന കാര്യമല്ല. കാരണം സർവർക്കും അറിയാവുന്നതുപോലെ വട്ടശ്ശേരിൽ മെത്രാൻ വാഴ്ചയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. വാഴ്ച തന്നെ നടന്നുവോ എന്നുള്ളത് സംശയാത്മകമാണ്. കാരണം വാഴ്ചയുടെ സമയത്ത് മാർ അബ്ദുൽ മശിഹ വലിയ ഉച്ചത്തിൽ എന്തൊക്കെയോ പ്രതിഷേധിക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. മദ്ബഹായുടെ തിരശ്ശീല ഇട്ടിരുന്നതിനാൽ അകത്ത് എന്ത് നടക്കുന്നു എന്ന് ആർക്കും കാണുവാനും സാധിച്ചില്ല. അതിനുശേഷം ഈ ബഹളങ്ങൾ മദ്ബഹായിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പി ടി ഗീവർഗീസ് അച്ഛൻ പുറത്തേക്ക് വന്ന് എല്ലാവരോടും അവിടെ കൂടി നിന്ന് കുറെ ആളുകളോട്, വലിയ വലിയ സഞ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചത്തിൽ കുരിയലായിസോൻ എന്ന് ചൊല്ലുവാൻ പറഞ്ഞു. അവർ അങ്ങനെ ചൊല്ലി. അതിനുശേഷം ഇതാ തിരശ്ശീല നീക്കി മാർ ഇവാനിയോസിനെ കാത്തോലിക്കോസായി വാഴിച്ചു എന്നാണ് പ്രഖ്യാപനം ചെയ്തത്. ഇതിൻ്റെയൊക്കെ വസ്തുതാപരമായ സത്യങ്ങൾ ദൈവം മാത്രം അറിയുന്നു. പ്ലീസ് ഫർഗിവ് മീ. മദ്ബഹായുടെ ഉള്ളിൽ എന്താണ് നടന്നതെന്ന് ആരും അറിയുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് കോടതിയുടെ നിരൂപണം? കോടതിയുടെ നിരൂപണം വാക്കിലും അർത്ഥത്തിലും പൂർണ്ണമായി അസത്യമാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിന് ഘടകവിരുദ്ധമായ വേറൊരു സത്യവാങ്മൂലമാണ് വട്ടശ്ശേരിൽ മെത്രാൻ വേറൊരു കോടതിയിൽ കൊടുത്തത്. ഞാൻ കാതോലിക്കോസിനെ വാഴിക്കുന്നതിലോ കാതോലിക്കേറ്റ് എന്ന സ്ഥാപനം ഉയർത്തുന്നതിലോ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ലായിരുന്നു. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് ഭാഗം, ഏത് പ്രകാരത്തിലാണ് യാക്കോബായക്കാർ അംഗീകരിച്ചു കൊടുക്കണം? ഇപ്പോഴത്തെ കാലത്തും 21ാം നൂറ്റാണ്ടിലും ഈ ജഡ്ജ്മെന്റ്, കോടതി വിധിയുടെ പാരഗ്രാഫുകൾ എടുത്ത് മുൻപോട്ട് വെച്ചുകൊണ്ട് ഇപ്രകാരം വാദിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. ഇതിൽ നമുക്ക് എന്താണ് പറയുവാനുള്ളത്? 1931-32 കാലങ്ങളിൽ മാർ എലിയാസ് തൃതീയൻ ബാവ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ വട്ടശ്ശേരിൽ മെത്രാൻ ധിക്കാരപരമായി ബാവായോട് പറഞ്ഞു, കോടതി വിധി പരിശോധിച്ചാൽ കാണാമെന്ന് ഒരു സംഭാഷണത്തിൽ. അതിന്റെ മറുപടിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കോടതി വിധികളുമായി നമുക്ക് എന്ത് ബന്ധം? കോടതി വിധി എന്തായിരുന്നാലും അതേക്കുറിച്ച് അറിയുവാൻ എനിക്ക് താല്പര്യമില്ല. നമുക്കൊരു സഭയുണ്ട്. അബ്ദുൽ മശിഹായ്ക്കെതിരെ സഭയുടെ കോടതി എന്ത് വിധിയാണ് നൽകിയതെന്ന് നമുക്കറിയാം. ആ വിധി അനുസരിച്ച് അബ്ദുൽ മശിഹ ഒരു സഭാ മേലധ്യക്ഷനല്ല, അദ്ദേഹം ആരുമല്ല. ഇങ്ങനെ തുടങ്ങുന്ന പല കോൺവെർസേഷൻസ്, പല ഡയലോഗുകൾ ഞാൻ 3ാം എപ്പിസോഡിൽ ചിലത് അവതരിപ്പിച്ചിരുന്നു. കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പിസ്കോപ്പായുടെയും മൂലൽ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പായുടെയും മറ്റും പുസ്തകങ്ങളിൽ വളരെയേറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം, പ്രത്യേകിച്ചും 2017 വിധിയുടെ പശ്ചാത്തലത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്നത്, യാക്കോബായ സഭ ഇല്ല എന്ന് 2017 സുപ്രീം കോടതി വിധി ഉത്തരവിട്ടു. പക്ഷെ അതുകൊണ്ട് യാക്കോബായക്കാർ ഇല്ലാതെയാകുന്നില്ല. ആ വിധിയുടെ ആ ശകലം യാക്കോബായക്കാർക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കും? അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ യാക്കോബായ സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്രകാരം വാദിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ വീണ്ടും തറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 പ്രഭാഷണങ്ങൾ ഈ കാര്യങ്ങളുടെ വിശകലനങ്ങളായിരുന്നു. അവയിൽ നമ്മൾ എന്താണ് കണ്ടത്? ഞാൻ ഒരു പടി പുറകോട്ട് പോയിക്കൊള്ളട്ടെ. അബ്ദുൽ മശീഹ് ചടങ്ങ് വഹിച്ചു എന്നത് മാത്രമാണ് പ്രസക്തമായ കാര്യം എന്ന് ആ 2ാമത്തെ കൊട്ടേഷനിൽ കാണുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ 2 വാചകം പറഞ്ഞുകൊള്ളട്ടെ.
ശരിയായ അബ്ദുൽ മഷിഹ ആണോ കാതോലിക്കായെ വാഴിച്ചത് എന്ന അർത്ഥമില്ലാത്ത ചോദ്യം ചോദിച്ച് കോടതി തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ശരിയായ അബ്ദുൽ മഷിഹയാണ് കാതോലിക്കായെ വാഴിച്ചതെന്ന്. ഇത് അത്ഭുതകരമായ ഒരു നിരീക്ഷണമാണ്. താനും മാർ അൽവാരിസും ചേർന്ന് സഹായിച്ചതായും വട്ടശ്ശേരിൽ പറയുന്നു. യാക്കോബായ സാക്ഷികൾ ഈ കാര്യം സമ്മതിക്കുവാൻ പ്രയാസമായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രയാസം? യഥാർത്ഥനോ അല്ലാതെയോ ഉള്ള അബ്ദുൽ മഷിഹ ആണോ കോടതി അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കാതെയോ അംഗീകരിക്കാതെയോ പോയ ഈ അതിപ്രധാന പോയിന്റ്? മാർ അബ്ദുൽ മഷിഹ പാത്രിയർക്കീസ് അല്ലായിരുന്നു എന്നുള്ളതാണ് പാത്രിയർക്കീസ് പക്ഷക്കാർക്ക് ഉണ്ടായിരുന്ന അവരുടെ സത്യത്തിന്റെ സത്യത്തിന്റെ അവലംബനം. ഹി വാസ് നോട്ട് എ പേട്രിയാർക്ക്. അദ്ദേഹം പാത്രിയർക്കീസ് അല്ലായിരുന്നു. അല്ലാതെ ഇത് ശരിയായ പാത്രിയർക്കീസ് ആണോ, ശരിയായ പാത്രിയർക്കീസ് ആണോ എന്നല്ല, ശരിയായ അബ്ദുൽ മഷിഹ ആണോ, അതായത് ആൾമാറാട്ടം കഴിച്ച് നടത്തിക്കൊണ്ട് വേറൊരു അബ്ദുൽ മഷിഹായും ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നില്ല. ശരിയായ പാത്രിയർക്കീസ് ആയിരുന്നു അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു പാത്രിയർക്കീസ് കക്ഷിക്കാരുടെ നിലപാട്. ഇങ്ങനെ ഒരു അവരോഹണം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് അധികാരവുമില്ലായിരുന്നു. അതുകൂടാതെ അപ്പോൾ കോടതിയുടെ നിരൂപണത്തിൽ അതിന് പൊടിപ്പും തൊങ്ങലും വെക്കുവാനായി പാത്രിയർക്കാ കക്ഷിയിലെ പട്ടക്കാരും വലിയൊരു ജനക്കൂട്ടവും സംബന്ധിച്ചിരുന്നു എന്നൊക്കെ ചേർക്കുന്നുണ്ട്. സഭയുടെ സുന്നഹദോസും ജനങ്ങളും തുർക്കിയിലെ സുൽത്താനും ഗവൺമെന്റും എല്ലാം അംഗീകരിച്ച വസ്തുത മാർ അബ്ദുൽ മഷിഹ സഭയെ റോമിന് ഒറ്റിക്കൊടുക്കുവാൻ കൈക്കൂലി മേടിച്ച് അവസരം പാർത്തു വരികയായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെയാണ് അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത്. നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത്? ഈ പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ച ബഹുമാനപ്പെട്ട കോടതികളോടും ബഹുമാനപ്പെട്ട ജഡ്ജിമാരോടുമുള്ള ബഹുമാനവും ആദരവും ഒന്നും ക്ഷതമേൽക്കാതെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി. സത്യം നിഷേധിക്കപ്പെടുകയും കുഴിച്ചു മൂടപ്പെടുകയും ചെയ്യപ്പെട്ടുപോയി. നാം മുമ്പത്തെ 3 പ്രഭാഷണങ്ങളിൽ കണ്ടത് എന്താണ്? യാക്കോബായ സുറിയാനി സഭയെ റോമിന് അടിയറ വെക്കുവാൻ കത്തോലിക്കരുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിനാൽ മാത്രമാണ് മാർ അബ്ദുൽ മഷിഹ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത്. പക്ഷെ ആക്കപ്പെട്ട ആളെ കൊണ്ടുവന്ന് ഒരു കാതോലിക്ക എന്ന സ്ഥാനം കൃത്യമായും കാനൂന് വിരുദ്ധമായുമാണ് അവർ രൂപീകരിച്ചെടുത്തത്. ഇതെല്ലാം കൂടെ കൊണ്ട് കോടതി വളരെ ചിന്താക്കുഴപ്പത്തിലായി. ഈ കുറ്റം ചെയ്തോ എന്ന ചോദ്യത്തിന് മറ്റേ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തുടങ്ങിയ വക്രത നിറഞ്ഞ മറുപടി നൽകി സാക്ഷികൾ അവരുടെ മൊഴികൾ കൊണ്ടും സത്യവാങ്മൂലങ്ങൾ കൊണ്ടും കോടതിയെ കുഴപ്പിച്ചു കളഞ്ഞു, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു. കൂടുതൽ പരിതാപകരമെന്ന് പറയട്ടെ, യാക്കോബായ സഭയിലെ IOC ഇന്ത്യൻ ഓർത്തഡോക്സ് അനുഭാവികൾ ഈ ഹാനികരമായ കോടതി ഉത്തരവിൽ നിന്നും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത വരികൾ പ്രസിദ്ധീകരിക്കുകയും ഈ തെറ്റായ കണ്ടെത്തലുകൾ വാദിക്കുകയും കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് സത്യമെന്ന് ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഭയങ്കരം. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം നിരീക്ഷണങ്ങൾ യാക്കോബായ വിഭാഗത്തിന് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. യാക്കോബായ സഭയ്ക്കെതിരെ ഈ രീതിയിൽ വാദിക്കുന്നത് ആ സഭയുടെ ഉള്ളിൽ നിൽക്കുന്നവരുടെ അവർ അങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ചും അപലപനീയമാണ്. അപ്പോൾ നാം തിരികെ വരുന്നത് കഴിഞ്ഞ 3 പ്രഭാഷണങ്ങളിൽ നാം എന്താണ് കണ്ടത്? സത്യം നിരാകരിക്കുവാനും തെളിവുകൾ കുഴിച്ചു മൂടുവാനും സത്യത്തെ വളച്ചൊടിക്കുവാനും സഭയുടെ ശത്രുക്കൾ പുറത്തുനിന്ന് ശ്രമിക്കുന്നത് നമുക്ക് സുപരിചിതമാണ്. എന്നാൽ അതേസമയം മിത്രങ്ങൾ എന്ന് നടിച്ച് അല്ലെങ്കിൽ സഭയുടെ അംഗങ്ങൾ എന്ന് നടിച്ച് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടിവാരമിളക്കുവാൻ ശ്രമിക്കുന്ന ചിലരുടെ ചതികളെ പറ്റിയും ചില കാര്യങ്ങൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ അവതരിപ്പിച്ചു. ചതികൾ കണ്ട് മനസ്സിലാക്കുവാനും അവയെ ചെറുക്കുവാനും തക്ക കൂർമ്മ ബുദ്ധിയുള്ളവർ ആയിരിക്കുവാൻ അത്യന്താപേക്ഷിതമായത് സത്യം എന്തെന്ന് അറിയുക എന്നതാണ്. അതിനാൽ ഇവിടെ അവതരിപ്പിച്ച തെളിവുകളോട് കൂടിയ സത്യങ്ങൾ ഹൃദയസ്ഥമാക്കി അവയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമ്മൾ യാക്കോബായക്കാരായ ഓരോരുത്തരുടെയും കടമ. അവ എന്തായിരുന്നു? ആ സത്യങ്ങൾ എന്തായിരുന്നു? മോർ അബ്ദുൽ മഷിഹ പാത്രിയർക്കീസിനെ
സ്ഥാനഭ്രഷ്ടനാക്കിയത് നയാമികമായി തന്നെ ആയിരുന്നു. സഭയുടെ സുന്നഹദോസ് കൂടി സഭയുടെ കാനൂൻ അനുസരിച്ച് നിയമപരമായി തന്നെയാണ് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കിയത്. അതിന് തക്കതായ കാരണമുണ്ടായിരുന്നു. ഒന്നാമതായി, സുറിയാനി ഓർത്തഡോക്സ് സഭയെ റോമിന് കീഴിൽ കൊണ്ടു കൊടുക്കാമെന്ന് അദ്ദേഹം റോമൻ കത്തോലിക്കരുമായി കരാറിൽ ഏർപ്പെട്ടു. രണ്ടാമതായി, അവരുടെ കയ്യിൽ നിന്നും അദ്ദേഹം പാരിതോഷികങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. രണ്ടാമതായി കണ്ടത് വട്ടശ്ശേരിൽ മെത്രാൻ PT ഗീവർഗീസ് അച്ഛൻ്റെയും ഒരുപക്ഷെ ബ്രിട്ടീഷ് ഉപദേശകരുടെയും ദുരുപദേശങ്ങളിൽ വീണുപോയി. സ്വതന്ത്ര സഭ രൂപീകരിക്കുവാൻ അവർ ഒരു പദ്ധതിയിട്ടു. പാത്രിയർക്കീസിന് സമനാകുവാൻ ആഗ്രഹിച്ച് വട്ടശ്ശേരിൽ മെത്രാൻ പാത്രിയർക്കീസിനോട് മത്സരിച്ചു. അതിനാൽ തന്നെ സഭയിൽ നിന്നും അദ്ദേഹം നീക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പദ്ധതികൾ പാളിപ്പോയി. പിന്നെ യാക്കോബായക്കാരെ മുഴുവനും തന്റെ കാൽ കീഴെയാക്കുവാൻ അസത്യത്തിന്റെയും ചതിയുടെയും വഴിയിൽ കൂടിയുള്ള പരിശ്രമങ്ങളും വിജയിച്ചില്ല. ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. മുൻപോട്ടോ പുറകോട്ടോ നീങ്ങുവാൻ സാധിക്കാതെ വിഘടിതരായ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭക്കാർ നിലകൊള്ളുന്നു. മൂന്നാമതായി നമ്മൾ എന്താണ് കണ്ടത്? സമാധാനത്തിനായി ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ പശ്ചാത്തപിച്ച് തിരികെ വന്ന മുടിയനായ പുത്രനെ പിതാവ് ആശ്ലേഷിച്ച് സ്വീകരിച്ചതുപോലെ പാത്രിയർക്കീസ് അദ്ദേഹത്തെയും ആശ്ലേഷിച്ച് സ്വീകരിച്ചെങ്കിലും അദ്ദേഹം അത് പുച്ഛത്തോടെ ചവിട്ടി മെതിച്ചു കളഞ്ഞു. അതുമൂലം വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് ഒരിക്കലും നീക്കി കിട്ടിയതുമില്ല. ഏലിയാസ് തൃതീയൻ ബാവായെ വട്ടശ്ശേരിൽ മെത്രാനും കൂട്ടരും ഇട്ട് വലിച്ച വലികളുടെയും നിന്ദ്യവും ക്രൂരവുമായ വാക്കുകളുടെയും ചെയ്തികളുടെയും ചരിത്രം നാം ഓർമ്മയിൽ വയ്ക്കുക. ഇതിൻ്റെയും തെളിവുകൾ കണിയാമ്പറമ്പിൽ മൂലയിൽ തുടങ്ങിയ ഗോറപ്പിസ്കോപ്പ അച്ഛന്മാർ എഴുതിയ ഏലിയാസ് തൃതീയൻ ബാവായുടെ ചരിത്ര പുസ്തകങ്ങളുടെയും പ്രൊഫസർ ശ്രീ ഹോപ്പ് ജെ തോമസിന്റെ സമകാലീന ചരിത്രത്തിന്റെ പേജുകളിലും മറ്റും കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ തരുണത്തിൽ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം സമ്മറി ഞാൻ നിങ്ങൾക്ക് വീണ്ടും സമർപ്പിക്കുന്നു, മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി മാത്രം. ഏലിയാസ് തൃതീയൻ ബാവ വട്ടശ്ശേരിൽ മെത്രാനോട് പറഞ്ഞ വാക്കുകൾ മറക്കാതെ ഇരിക്കുവാൻ. കോടതി വിധികളുമായി നമുക്ക് എന്ത് ബന്ധം? കോടതി വിധി എന്തായിരുന്നാലും അതേക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട്, പക്ഷേ അനുസരിക്കുവാൻ പ്രയാസമാണ്. നമുക്കൊരു സഭയുണ്ട്. അബ്ദുൽ മശിഹായ്ക്കെതിരെ സഭയുടെ കോടതി എന്താണ് വിധിച്ചത്? ആ വിധി അനുസരിച്ച് അബ്ദുൽ മശിഹ ഒരു സഭാ മേലധ്യക്ഷനല്ല, അദ്ദേഹം ആരുമല്ല. നിങ്ങളുടെ വാദങ്ങൾ വേറെ ഒരു സന്ദർഭത്തിൽ ഏലിയാസ് തൃതീയൻ ബാവ വട്ടശ്ശേരിൽ മെത്രാനോട് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങളുടെ വാക്കുകൾ പരസ്പര വിരുദ്ധമാണ്. നിങ്ങൾ തർക്കത്തിൽ ജീവിച്ചു, പഠിച്ചു, തർക്കത്തിൽ തന്നെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പിരിയുകയും ചെയ്യും. നിങ്ങളുടെ മെത്രാന്മാർ വീണ്ടും മെത്രാൻ അഭിഷേകം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി, അബ്ദുൽ മശിഹായുടെ സ്ഥാനം സാധുവാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം അസാധുവാണ്. കാരണം നിങ്ങൾ പാത്രിയർക്കീസ് അല്ലാത്ത ഒരാളിൽ നിന്നും പട്ടത്വം സ്വീകരിച്ചു. നിങ്ങളുടെ സ്ഥാനം സാധുവാണെങ്കിൽ അബ്ദുൽ മശിഹായുടെ സ്ഥാനം അസാധുവാണ്. ആ കൂട്ടത്തിൽ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ 1931-32 കാലങ്ങളിൽ ഈ ചർച്ചകൾ നടക്കുന്ന ഈ വർഷങ്ങളിൽ പഴയ സെമിനാരിയിൽ അന്ന് വന്ന് താമസിച്ചിരുന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭക്കാരനായ ഡേറാക്കാരൻ ഫാദർ അൻഡ്രോണിക്കുമായി ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ഒരു ലയനത്തിന്റെ സംഭാഷണങ്ങൾ തുടങ്ങിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് ദീർഘമായ ഒരു ചരിത്രമാണ്. 30-ലേറെ, ഏകദേശം 33 വർഷത്തിന്റെ ചരിത്രമാണ്. അത് വേറൊരു എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതുകൂടാതെ ബാവായുടെ വാക്കുകൾ, എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ കണ്ണിലെ പ്രകാശം സാക്ഷിയായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് തുടങ്ങുന്ന ബാവായുടെ വാക്കുകൾ ഒന്നുകൂടി ഓർത്ത് നിങ്ങൾ ഹൃദയസ്ഥമാക്കണമേ എന്ന് എൻ്റെ അപേക്ഷയാണ്. ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു. ഞാൻ ചെയ്യുവാൻ തയ്യാറുള്ള എല്ലാ ഇളവുകളും സ്വീകരിക്കുവാൻ ദിവന്നാസിയോസിനോട് അപേക്ഷിക്കുക.
സഭയ്ക്ക് ഒരു കാതോലിക്കായ വേണമെന്നുള്ള അഭ്യർത്ഥനയിൽ നിന്നും അദ്ദേഹം പിന്മാറട്ടെ. ഇതാ സമാധാനം അടുത്തിരിക്കുന്നു. കാതോലിക്കായ എന്നതിൽ അവർ ഉറച്ചു നിൽക്കുന്നിടത്തോളം സമാധാനം എന്ന കാര്യത്തിൽ നിരാശ മാത്രമേ എനിക്കുള്ളൂ. മാത്രമല്ല, കാതോലിക്കായ്ക്കല്ലാതെ മറ്റാർക്കും മലങ്കര സഭയുടെ മേൽ അധികാരം ഇല്ല എന്ന് അദ്ദേഹം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള അബദ്ധ പ്രസ്താവനകൾ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അവ യഥാർത്ഥത്തിൽ അപകടം നിറഞ്ഞ ട്രോജൻ കുതിരകളാണെന്ന് യാക്കോബായക്കാർ മനസ്സിലാക്കി അവയെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. യാക്കോബായക്കാരുടെ നിലപാട് വ്യക്തമാക്കുവാൻ അനേകം പോയിന്റ്സുകളുണ്ട്. അത് ഞാൻ വായിക്കുന്നതായിരിക്കും. they are not okay. Okay, here we are. 1932 ശേഷവും വട്ടശ്ശേരിൽ മെത്രാനും മെത്രാൻ കക്ഷിക്കാരുടെ വട്ടശ്ശേരിൽ മെത്രാനെയും മെത്രാൻ കക്ഷിക്കാരുടെ കാതോലിക്കമാരെയും സഹമെത്രാന്മാരെയും അവരിൽ നിന്നും പട്ടം കിട്ടിയവരെയും സഭയുടെ കാനൂനികവും നിയമാനുസൃതവുമായ പട്ടത്വവും അധികാരവും ഉള്ളവരായി കാണുവാൻ യാക്കോബായ സുറിയാനി സഭക്കാർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നത് ഒരു വസ്തുതയായി നിലകൊള്ളുന്നു. 1959 യാക്കോബ് തൃതീയൻ പാത്രീർക്കീസ് ബാബ അനുരഞ്ജനത്തിന് തയ്യാറായി. പക്ഷേ മെത്രാൻ കക്ഷിക്കാർ അതിലെ നിബന്ധനകൾ ലംഘിച്ചപ്പോൾ ആ ഐക്യം വെറും ഒരു ജലരേഖയായി ആയിപ്പോയി. അതിനുശേഷമാണ് നിയമത്തിന്റെ കുരുക്കുകളിൽ പെടുത്തി യാക്കോബായക്കാരെ സ്വപക്ഷത്തോടും അവരുടെ ആസ്തികളെ സ്വയ നിയന്ത്രണത്തിലേക്കും കൊണ്ടുവരുവാൻ മെത്രാൻ കക്ഷിക്കാരുടെ ശ്രമം തുടങ്ങിയത്. ഇങ്ങനെ അനേകം പ്രാവശ്യം കള്ളക്കരാറുകൾ എഴുതി യാക്കോബായക്കാരെ വശത്താക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം കരാറുകൾ ലംഘിച്ച് അവരെ പരിഹസിച്ച് ജയം കൊണ്ടാടി. അങ്ങനെ ആ വഞ്ചനാപരമായ ഐക്യങ്ങളിൽ നിന്നും കരാറുകളിൽ നിന്നും യാക്കോബായക്കാർ മോചിതരായി. ഇത് എത്രമാത്രം ദൈവനീതിക്ക് നിരക്കാത്തതാണെന്ന് ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ സാരാംശം, ക്രിസ്ത്യൻ എക്ലീസിയോളജി എന്തെന്ന് അല്പമെങ്കിലും ബോധമുള്ളവർക്ക് അറിയാം. യഥാർത്ഥ കൈവപ്പില്ലാത്തവർ യഥാർത്ഥ പട്ടക്കാരല്ല. യഥാർത്ഥ കൈവപ്പില്ലാത്തവർ യഥാർത്ഥ പട്ടക്കാരല്ല എന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്നും യാക്കോബായക്കാരെ മാറ്റുവാൻ യാതൊരു ലൗകിക ശക്തിക്കും സാധിക്കുകയില്ല. ഒരു മഹാപുരോഹിതന്റെ വാക്കുകളുടെ ഉച്ചാരണത്തിലൂടെ മറ്റൊരുവന് പരിശുദ്ധാത്മ ശക്തി ചൊരിയുവാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ വാക്കുകളുടെ ഉച്ചാരണത്തിലൂടെ അതിനെ എടുത്തു കളയുവാൻ സാധിക്കുമെന്നും അങ്ങനെ എടുത്തു കളയപ്പെട്ടവൻ എത്രമാത്രം നികൃഷ്ടനായി തീരുന്നുവെന്നും ഉള്ള സഭയുടെ വിശ്വാസം കഴിഞ്ഞ 2000 വർഷങ്ങളായി തുടർച്ചയായി ശോധന ചെയ്യപ്പെട്ടിട്ടുള്ളതും ഭയത്തോടും വിറയലോടും കൂടി മാത്രം ഉൾക്കൊള്ളാവുന്നതുമായ ഒരു വിശ്വാസ സത്യമാണ്. അതിനാൽ യഥാർത്ഥ കൈവപ്പില്ലാത്തവർ യഥാർത്ഥ പട്ടക്കാരല്ല എന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ ആ വിശ്വാസത്തിൽ നിന്നും യാക്കോബായക്കാർ ഒരിക്കലും മാറുകയില്ല. അത് ഇനിയും അത്തരം കരാറുകളിൽ യാക്കോബായക്കാർ വിശ്വാസം അർപ്പിക്കുകയോ പുനരൈക്യം എന്ന പൂങ്കാവനത്തിലേക്ക് അയോസിക്കാരുടെ കൈപിടിച്ച് ഇറങ്ങുകയോ ചെയ്യുകയില്ല എന്നതും സുനിശ്ചയമാണ്. കാരണം അവരുടെ പരിശുദ്ധന്മാരും നിഷ്കളങ്കരും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളുമായിരുന്ന പാത്രിയർക്കീസന്മാരോട് അയോസിക്കാർ കാണിച്ച നിന്ദയും പുച്ഛവും അവഹേളനവും കഴിഞ്ഞ 100 വർഷങ്ങളിലേറെയായി അവരോട് കാണിച്ച ഉപദ്രവങ്ങളും ശോഭകേടുകളും
അവർക്കെതിരെ നടത്തിയ കുപ്രചരണങ്ങളും അവർ കണ്ണുനീർ പൊഴിക്കുവാൻ ഇടയാക്കി തീർത്ത ചെയ്തികളും യാക്കോബായക്കാരുടെ കഴിഞ്ഞ 100 വർഷത്തെ 5 തലമുറക്കാരുടെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നു. അതിനാൽ തന്നെ അവർ ദിവസേന ഉള്ളിൽ തേങ്ങിയും വേദനിച്ചും ദൈവതിരുമുമ്പാകെ എല്ലാ ദിവസവും കണ്ണുനീർ പൊഴിച്ചും കഴിയുന്നു എങ്കിലും അവർക്ക് ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ആത്മീയ ശക്തിയുണ്ട്. തങ്ങളുടെ സഭയുടെ വിശ്വാസ സത്യങ്ങളെപ്പറ്റി അവർക്കുള്ള തെളിഞ്ഞ ബോധമാണ് ആ ആത്മീയ ശക്തി. അതിനാൽ തന്നെ കഴിഞ്ഞ 1 നൂറ്റാണ്ടിലേറെയായി IOC-കാരുമായി പടപൊരുതി നാശനഷ്ടങ്ങൾ സഹിച്ച് ക്ഷീണിച്ചുവെങ്കിലും ഇന്നും അടിപതറാതെ സുസ്ഥിരമായി നിലകൊള്ളുവാൻ അവർക്ക് സാധിക്കുന്നു. ഇത് നൈയാമികമല്ല, തികച്ചും വൈകാരികമാണ്. മറിച്ചുള്ള വാദങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവർ മെത്രാൻ കക്ഷി അഥവാ ഇന്ത്യൻ ഓർത്തഡോക്സ് അനുകൂലികൾ ആയിരിക്കുവാനേ സാധ്യതയുള്ളൂ. കാരണം കഴിഞ്ഞ 100 വർഷത്തിലേറെയായി യാക്കോബായക്കാരെ ദുഃഖിപ്പിച്ച് പീഡിപ്പിച്ച് വലച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിന്റെ ന്യായങ്ങൾക്ക് സത്യസുറിയാനിക്കാരായ യാക്കോബായക്കാരാകട്ടെ യഥാർത്ഥ വസ്തുതകൾ ഗ്രഹിച്ചിട്ടുള്ള മറ്റ് നിഷ്പക്ഷമതികളായ വ്യക്തികളാകട്ടെ കൂട്ടുനിൽക്കുകയില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ മെത്രാൻ കക്ഷി അഥവാ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സഭക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അവരുമായി വിശ്വാസപരമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കോ ബന്ധത്തിനോ പുനരൈക്യത്തിനോ ഇനിയും യാക്കോബായക്കാർ കൂട്ടുനിൽക്കുകയില്ല എന്ന അവരുടെ നിലപാട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സമർപ്പിച്ച വാദങ്ങളും അവർക്ക് യാക്കോബായ സഭയിലെ ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതും സാമാന്യ യുക്തിക്ക് നിരക്കാത്തതുമായ ന്യായങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇതിൽ ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ നിങ്ങളുടെ ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓരോ എപ്പിസോഡും ഞാൻ അവതരിപ്പിച്ചത്, അതിൻ്റെ നിഗമനങ്ങളിൽ എത്തിയത്. എങ്കിലും നമ്മുടെ അറിവുകളും അവലോകനങ്ങളും കുറവുള്ളതാണ്. അന്തിമമായി മനുഷ്യഹൃദയങ്ങളുടെ വക്രതകളെയും ആന്തരിക പ്രചോദനങ്ങളെയും അറിയുന്ന ദൈവത്തിന് മാത്രമേ സർവത്തിൻ്റെയും ഉപരിയായി വിധിക്കുവാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് വിധി ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മൾക്ക് ഈ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് വരാം. ഉപസംഹാരമായി 1-2 വാക്കുകൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. പല ഉൾപ്രചോദനങ്ങൾ മൂലം പലരും ചരിത്രം വളച്ചൊടിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ പലരും അതിൻ്റെ സ്റ്റേജിൽ വന്ന് തട്ടിട്ട് തുള്ളുക എന്ന് കോട്ടയത്ത് ഒരു ചൊല്ലുണ്ട്. തട്ടിട്ട് തുള്ളി പരിശ്രമിച്ചിട്ടുണ്ട്. ഇത് പ്രകാരമുള്ള ഒരു കോഷനറി ടെയിൽ, ഒരു മുന്നറിയിപ്പിന്റെ കഥ ഉദാഹരണമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സത്യത്തിലേക്ക് സ്വയം ഉൾപ്രേരണയാൽ സത്യത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുമ്പോൾ ആ സത്യത്തിലേക്ക് തിരികെ വരുവാനും തമ്പുരാൻ സഹായിക്കട്ടെ, അതിന് ഒരു പ്രചോദനമാകട്ടെ എന്ന രീതിയിൽ മാത്രമാണ് ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിഷയവുമായി ബന്ധമില്ല. ഹോളോകോസ്റ്റ് എന്ന യഹൂദന്മാരുടെ കൂട്ടക്കൊല 6 മില്യൺ യഹൂദ ജനത്തെയാണ് ഗ്യാസ് ചേംബറിലിട്ട് കൊന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത്. ഈ ചരിത്രം ഒന്നടങ്കം യഹൂദന്മാർ തന്നെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ ഡേവിഡ് എർവിങ് എന്ന ബ്രിട്ടീഷുകാരൻ 20ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ഒരു ശ്രമം നടത്തി എന്ന സംഭവം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കയില്ല. ബാക്കി എല്ലാ ചരിത്രകാരന്മാർക്കും തെറ്റിപ്പോയി. ഇതാ സത്യമായ ചരിത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അയാൾ പാശ്ചാത്യ ലോകത്തെ കോളിളക്കം സൃഷ്ടിച്ചു. അദ്ദേഹം ഇപ്രകാരം പ്രസംഗിച്ചും പുസ്തകം അച്ചടിച്ച് ഇറക്കിയും വളരെ ധനം സമ്പാദിച്ചു. പക്ഷെ എന്തുണ്ടായി അവസാനം? യഹൂദന്മാർ ഇതിനെ ശക്തിയുക്തം എതിർത്തു. അവർ അയാൾക്കെതിരായി കേസ് കൊടുത്തു. അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കി. അപ്പോൾ ഡേവിഡ് എർവിങ് ചെയ്തത് ആ പുസ്തകങ്ങൾ തെറ്റാണ്, തൻ്റെ ഭാഷ്യമാണ് ശരി എന്ന് പറഞ്ഞ് അവർക്ക് എതിരായി കേസ് കൊടുത്തു. കേസ് വിസ്താരണയിൽ എന്താണ് സംഭവിച്ചത്? ഭയങ്കരമായ കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നു. അതോടുകൂടി
ഡേവിഡ് എർവിങ് തോറ്റു തുന്നം പാടി. യഹൂദന്മാർക്കും ആ പുസ്തകങ്ങൾ എഴുതിയവർക്കും 2 മില്യൺ ബ്രിട്ടീഷ് പൗണ്ട് നഷ്ടപരിഹാരം നൽകുവാൻ കോടതി ഉത്തരവായി. അത് അദ്ദേഹം നൽകേണ്ടിയും വന്നു. ഉള്ളത് കൊടുക്കേണ്ടി വന്നു. കാരണം പണമടയ്ക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആസ്തികൾക്ക് സാധിക്കുമായിരുന്നില്ല. സർവ്വതും വിറ്റിട്ടും 2 മില്യൺ ഇംഗ്ലീഷ് പൗണ്ട്സ് സമാഹരിക്കുവാൻ സാധിച്ചില്ല. അതുമൂലം തൻ്റെ വീടുകളും ആസ്തികളും സർവ്വതും അദ്ദേഹം വിൽക്കേണ്ടി വന്നു. എന്നിട്ടും അടയ്ക്കുവാൻ വയ്യാതെ പാപ്പരായി അഥവാ ബാങ്ക്രപ്റ്റായി അയാൾ പ്രഖ്യാപിക്കപ്പെട്ടു. അക്കാദമിക് വേദികളിൽ നിന്നും അദ്ദേഹം പുറന്തള്ളപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പൊളിവാദങ്ങളും സത്യത്തിൻ്റെ വെളിച്ചത്തിൽ കെടുത്തപ്പെട്ടു. അതിൻ്റെ ചാരം പോലും പറത്തപ്പെട്ടു പോയി. 1934 മുതൽ 45 കാലങ്ങളിൽ 6 മില്യൺ യഹൂദരെ ഹിറ്റ്ലറുടെ ഉത്തരവിന്മേൽ കൂട്ടക്കൊല ചെയ്യുകയും ഗ്യാസ് ചേംബറിലിട്ട് കത്തിച്ചു കളയുകയും ചെയ്തു എന്നത് മനുഷ്യരാശിയുടെ ഭയാനകമായ ഒരു അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു. നമ്മുടെ ഉള്ളിലെ വക്രതയായ ചിന്തകളും ചെയ്തികളും ചോദ്യം ചെയ്യപ്പെടാതെ രക്ഷപ്പെടാമെന്ന കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു ഗ്രീക്ക് ആപ്തവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇപ്രകാരമാണ്: Though the mills of God grind slowly, yet they grind exceedingly small. ദൈവത്തിൻ്റെ മില്ലുകൾ പതുക്കെയാണ് പൊടിക്കുന്നത്, എങ്കിലും അവ വളരെ നേർമയായി തന്നെ പൊടിക്കുന്നു. അതിൻ്റെ അർത്ഥം സത്യനിഷേധത്തിൽ നിന്നും വളരെ നാൾ രക്ഷയില്ല എന്ന് തന്നെയാണ്. ഇത്രത്തോളം കേട്ടിരുന്നതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.